Hello everyone, welcome to a new episode of 365 Days of English. I am Shruti. So, ഇംഗ്ലീഷിൽ നമുക്ക് സെൻറ്റൻസസ് മേക്ക് ചെയ്യാനാണ് കുറച്ച് ബുദ്ധിമുട്ട് അല്ലേ? വേർഡ്സ് ഒക്കെ നമുക്ക് പലർക്കും അറിയാം. ലൈക്ക് ഇപ്പോൾ ഒരു റൂം എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം ചെയർ, ബെഡ്, ഫാൻ ഇതൊക്കെ നമുക്കറിയാം വേർഡ്സ്. പക്ഷേ അതെങ്ങനെ സെൻറ്റൻസ് ആക്കും? എങ്ങനെ ഒരു ക്വസ്റ്റ്യനായി ചോദിക്കും? അല്ലെങ്കിൽ അതെങ്ങനെ നെഗറ്റീവായി പറയും? സോ അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ അധികം ഗ്രാമാറ്റിക്കൽ ടേംസ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ കൂടുകയുള്ളൂ. സോ അങ്ങനെയല്ലാതെ എങ്ങനെ വേറെ രീതിയിൽ നമുക്ക് ഇതൊക്കെ പഠിക്കാം, ഒരു സെൻറ്റൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു സെൻറ്റൻസിൽ മെയിനായിട്ട് ഒരു ആക്ടർ ഉണ്ടാവും, ആക്ഷൻ ചെയ്യുന്ന ആൾ, ഒരു ഹെഡ്. ഇപ്പോൾ ഒരു ആക്ഷൻ നടക്കുകയാണ്, അതാരാണ് ചെയ്യുന്നത്? അയാളാണ് ഒരു ആക്ടർ അല്ലെങ്കിൽ ഒരു ഹെഡ്. നമുക്ക് 8 ഹെഡ്സ് ആണ് ഇംഗ്ലീഷിലുള്ളത്. ഐ, യു, ദേ, we, he, she, it and Tom. Tom is a name. It can be a name of a place, a thing or a person. അതൊരു വ്യക്തിയുടെ പേരാവാം, ഒരു സ്ഥലത്തിൻ്റെ പേരാവാം, അല്ലെങ്കിൽ ഒരു വസ്തു ആവാം. ഓക്കെ, സോ ഐ ഞാൻ, യു നീ, ദേ അവർ, വി ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ, ഹി അവൻ, ഷീ അവൾ, ഇറ്റ് ആൻഡ് ടോം. ടോം ഇസ് എ നെയിം. നമ്മളൊരു 2 സൈഡിലായിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നതല്ലേ? അതെന്തുകൊണ്ടാണ്? ലൈക്ക് ഇപ്പുറത്തെ സൈഡിലുള്ളത് ഒന്നിൽ കൂടുതൽ ആൾക്കാരാണ്, പക്ഷേ ഇപ്പുറത്തുള്ളവർ ഒരാളാണ്. ലൈക്ക് ഹി എന്ന് പറയുമ്പം അവൻ ഒരാളാണ്, ഷീ അവൾ, ഇറ്റ് ഒരെണ്ണം, ആൻഡ് നെയിം ഒരാൾ. ഓക്കെ, സോ ഇപ്പുറത്തെ സൈഡ് നോക്കുമ്പം ഐ. പക്ഷേ ഐ എന്തുകൊണ്ടാണ് ഒന്നിൽ കൂടുതൽ ആൾക്കാരാവുന്നത്? ഐ ഒരാളല്ലേ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഇപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുന്നു, ലൈക്ക് ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്ന എന്നെ മാത്രമല്ല, ലൈക്ക് ഇംഗ്ലീഷ് കെയർ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിനെയാണ്. സോ ഐ ഒന്നിൽ കൂടുതലാണ്. യു, ഇപ്പം ഞാനൊരു ക്ലാസ് എടുക്കുമ്പം നിങ്ങൾ കുറേ പേര് കാണുന്നുണ്ട്, ഒരാളല്ല കാണുന്നത്. സോ ഞാനിപ്പം ഒരു ക്ലാസ്സിൽ പറയാണ് യു ക്യാൻ കം വിത്ത് മീ എന്ന് പറയുമ്പോൾ ഒരാളല്ല, എല്ലാവരുമാണ് വരേണ്ടത്. സോ യു ഒരാളല്ല, ഒന്നിൽ കൂടുതൽ ആൾക്കാരാണ്. ആൻഡ് ദേ അവർ, വി നമ്മൾ. സോ ഇപ്പുറത്തെ സൈഡ് ഒന്നിൽ കൂടുതൽ, ഇവിടെ ഒരാൾ. സോ ഇനി ഇവർ തമ്മിൽ കുറേ ഡിഫറൻസസ് വരുന്നുണ്ട്. ലൈക്ക് സെൻറ്റൻസ് മേക്ക് ചെയ്യുമ്പോൾ തന്നെ ഇപ്പം ഞാനൊരു സെൻറ്റൻസ് പറയാണ് ഐ ആം എ ടീച്ചർ. പക്ഷേ ആ സെൻറ്റൻസ് തന്നെ നീ ഒരു ടീച്ചറാണെന്ന് പറയുമ്പം യു ആർ എ ടീച്ചർ. അതെന്താണ് അവിടെ ആറ് വന്നത്? അതുപോലെ അവനൊരു ടീച്ചറാണെന്ന് പറയുമ്പം ഹി ഈസ് എ ടീച്ചർ. അപ്പോൾ അവിടെ ഈസ് വന്നു. ലൈക്ക് സെയിം കാര്യം തന്നെയാണല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വേറെ വേറെ ആൾക്കാർ വരുന്നത്? അപ്പം ഇംഗ്ലീഷിൽ ഇങ്ങനെ ചെറിയ കാര്യങ്ങളാണ് നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കുന്നത് അല്ലേ? അപ്പം ഇങ്ങനെയുള്ള നിങ്ങളുടെ കൺഫ്യൂഷൻസ് ഒക്കെ മാറ്റാൻ വേണ്ടി ഞങ്ങൾ അടുത്ത എപ്പിസോഡിൽ വരുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്.